ചീസ് ബട്ടർ ഗീ സ്വാഗതം. നമ്മൾ ഇന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പോവാം. ഒരു ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. അത് ലൈവായിട്ട് തന്നെ ഉണ്ടാക്കാൻ പോവാം. അതായത് നമ്മൾ ഈ വീഡിയോ ഇനി കട്ട് ചെയ്യുന്നില്ല, കട്ടില്ല. അത് പോകുന്നിടത്ത് പോട്ടെ. ഇവിടെ ക്യാമറ കൈകാര്യം ചെയ്യാനായിട്ട് വേറൊരാളില്ല, കുക്ക് ചെയ്യാനായിട്ടും വേറൊരാളില്ല. ഇതെല്ലാം ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. അതിൻ്റെതായ കുറവുകളൊക്കെ സംഭവിക്കും. പറ്റുന്നവരൊക്കെ കാണുക. ഓക്കെ, ഇപ്പം ഞായറാഴ്ചയാണ്. ഇന്നത്തെ ഡേറ്റ് സൺഡേ, 4-ാം തീയതി മെയ് 4th സൺഡേ. കാണാവോ എന്നറിയത്തില്ല. പത്ത് കാണാവോന്ന് എനിക്കറിയത്തില്ല. 10:41. ഇപ്പൊ 10:41 ഇത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അവസാനം വരെ, അതായത് ദമ്മ് ചെയ്യാൻ വെക്കുന്നിടം വരെ. ദമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ആക്കും. പിന്നെ അത് കുറച്ച് നേരം വേണമല്ലോ ദമ്മായി വരാൻ. അത് കാരണം നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ വീട്ടില് ഒത്തിരി പേരൊന്നും ഇല്ല, 3 പേരേ ഉള്ളൂ. അപ്പം തീരെ ചെറുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. 6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 3 പേർക്ക് 6 പീസ് ചിക്കന്, ഒരു 300 ഗ്രാം ബസുമതി റൈസ്, നീളമുള്ള അരി, ഇന്ത്യ ഗേറ്റിന്റെ നീളമുള്ള അരി, വൈറ്റ് സേലയാണ് കേട്ടോ. പിന്നെ പുതിനയെ ബാക്കിയെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യാൻ, നമ്മൾ അങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ല. ഇത് ജസ്റ്റ് ഒരു ഫൺ, അത്രയും നോക്കിയാൽ മതി. ക്യാമറ അവിടെ ഇരിക്കട്ടെ. ഇതിനി എങ്ങനെ കുക്ക് ചെയ്യുന്നത് കാണും എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കുക്കർ എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് നമ്മളത് പുഴുങ്ങാൻ പോവുക. ചിക്കൻ ഒന്ന് പുഴുങ്ങാൻ പോവുക. ബിരിയാണിക്ക് എന്തിനാ ചിക്കൻ പുഴുങ്ങുന്നതെന്നായിരിക്കും ഇപ്പം നിങ്ങൾ ഓർക്കുന്നത്. അത് പറഞ്ഞുതരാം. ചിക്കൻ കുറച്ച് വെള്ളം ഒഴിച്ചു, ചിക്കൻ ഇട്ടു. പിന്നെ ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നു. ഓക്കെ, ഇപ്പൊ ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് നോക്കാം, പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. ഇത് കണ്ടില്ലേ, പുഴുങ്ങാൻ പോവുക. കുറച്ച് വെള്ളം, ചിക്കൻ 6 പീസ് ചിക്കൻ, ഇച്ചിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ടുണ്ട്. നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അതിരുന്ന് വേകട്ടെ. വലിയ തീയെ തന്നെ ഇരിക്കട്ടെ. അപ്പം അത് വേകട്ടെ. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് അരി കഴുകണം, അതുപോലെ സവാള, തക്കാളി, പിന്നെ അപ്പം ഓരോന്ന് എടുത്തേക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി. ഓക്കെ, അതുപോലെ തന്നെ ചെറിയ 2 സവാള ശരിയല്ലല്ലോ, ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. തക്കാളി വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണം മാറ്റുവാണ്, ഒരെണ്ണം മതി. അത് ലൈറ്റാണ്. അതൊന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പരാക്രമ അപ്പം കണ്ടിട്ട് ചോദിക്കുന്ന ഇതെന്നാ പരിപാടി, അതെന്നാ ലൈറ്റാണോ? അവിടെ ഒരു വെട്ടം, ക്യാമറയുടെ പുറകിൽ ഒരു വെട്ടമൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് ഇതെന്നെ ഈ കാണിക്കുന്നത്, ഇവിടെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ അതിനാണ് വന്നത്. അപ്പോൾ പിന്നെ വെളുത്തുള്ളി ഇതിൻ്റെ പകുതി മതി കേട്ടോ. ഇഞ്ചി
ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പം അത് റെഡിയാകട്ടെ. അരി അരി 300 ഗ്രാം മതി, 3 പേർക്കല്ലേ ഉള്ളൂ. അതായത് നമ്മൾ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വരികയല്ലേ, കണ്ടെയ്നറിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനൊരു ക്വാണ്ടിറ്റി ഇല്ലേ, ആ ക്വാണ്ടിറ്റിയേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ അപ്പനും അമ്മയും ഞാനും അല്ലേ ഉള്ളൂ. ആരും അങ്ങനെ വലിയ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവരല്ല. അത് കാരണം നോർമലായിട്ട് ഒട്ടും വേസ്റ്റേജ് ഇല്ലാതെ ഇത് 3 പേര് കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെക്കാം. പിന്നെ ബാക്കി ഫ്രിഡ്ജ് വെക്കുവോ വൈകിട്ടത്തേക്ക് കഴിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം. അപ്പോൾ ഞാനത് കഴുകുന്നു. നിങ്ങൾക്ക് കാണാൻ മേല, ഞാനത് തിരിച്ചു വെക്കാം, ക്യാമറ തിരിച്ചു വെക്കാം. ഓരോന്നിനും ഓരോ പരിപാടിക്ക് പോയാൽ ഒന്നും നടക്കുകയില്ല എന്ന് എനിക്കറിയാം. ഫാദർ അച്ചായന് 12:30 ആകുമ്പോഴത്തേക്കും ഭക്ഷണം വേണ്ടിയതാണ്. ഇപ്പം തന്നെ 10:45. ഒരു 1/4 മണിക്കൂർ ദം ചെയ്ത് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. സമയമൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് അരി കഴുകി, ഇന്ത്യ ഗേറ്റിൻ്റെ അരി ആയതുകൊണ്ട് വലിയ അഴുക്കുകളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ വൈറ്റ് സേല, ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് സേല നീളമുള്ള ബസ്മതി അരി, ലോങ് ഗ്രെയിൻ റൈസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ സക്സസ് ആയിരിക്കും. ഒരു ബിരിയാണി എന്ന് പറയുന്ന ഒരു ഐറ്റം അത് കുഴഞ്ഞു പോവുക, അങ്ങനെ മാറിപ്പോവുക, അങ്ങനെ ഒരു പ്രശ്നവുമില്ല. പരിപാടി ചീറ്റി പോവല്ല, ബിരിയാണി ചീറ്റി പോവല്ല, അത് ഉറപ്പാണ്. വിസിൽ ഒന്ന് അടിച്ചു. അപ്പോൾ ഒന്നുകൂടി അടിച്ചോട്ടെ. അപ്പം ഇതെന്തിനാ ഇത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? കുക്കറിൽ എന്തിനാണ് ചിക്കൻ പുഴുങ്ങുന്നത് അത് പറഞ്ഞുതരാം. അതായത് നമുക്ക് ചെയ്തുകൊണ്ട് പറയാവേ. അത് വലിയ തീയിൽ നിന്ന് ചെറിയ തീയിലോട്ട് മാറ്റുക. അപ്പം അതെന്തിനാന്ന് ചോദിച്ചാൽ പിന്നെ പുഴുങ്ങിയിട്ട് അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് വേണം. അതാണ് നമ്മുടെ ഹൈലൈറ്റ്. അതായത് നമ്മൾ ഇത് വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്, ക്രിസ്മസ് അങ്ങനത്തെ സാധനങ്ങളോ ഉള്ളി വറക്കിടുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. നമ്മൾ വെറുതെ നോർമലായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട്, വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് നിർത്തിയിട്ടു കേട്ടോ. 2 വിസിൽ നിർത്തിയിട്ടു. വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ അത് ഒരിക്കലും മോശമാകരുത്. കാഴ്ചയ്ക്ക് ഇച്ചിരി ഭംഗി ഉണ്ടാവുമെങ്കിലും കഴിക്കുമ്പം ടേസ്റ്റ് വൈസിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കുക എന്നുള്ളതാണ് ആദ്യം. അതിൻ്റെ എന്നാ സൂപ്പ്. ആ സൂപ്പ് നമുക്ക് ലാസ്റ്റ് ദം ചെയ്യുമ്പോഴത്തേക്കും വേണം. ഇതെല്ലാത്തിലും, റൈസിലും ചിക്കനിലും എല്ലാം പിടിച്ച് അതങ്ങോട്ട് അതിൻ്റെ ടേസ്റ്റ്, ആ ചിക്കൻ്റെ ടേസ്റ്റ് മുഴുവൻ ഫുള്ള് അങ്ങോട്ട് വരും. അതിനു വേണ്ടിയാണ് നമ്മളത് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പുഴുങ്ങിയത്, വേറെ ഒന്നിനുമല്ല. സാധാരണ ആൾക്കാരൊക്കെ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും, പക്ഷെ അത് ചെയ്തവർക്കല്ലേ അറിയാവുള്ളൂ അതിൻ്റെ ടേസ്റ്റ്. ആ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവർക്കേ അറിയാവുള്ളൂ. ഞാൻ ഇപ്പോൾ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുക, കാണിക്കാനായിട്ട് പറ്റത്തില്ല. എന്തേലും ആട്ടെ. ഇപ്പോൾ സവാള എരിയുന്നൊക്കെ എന്ത് കാണാനാണ്. ചെറിയ വലിപ്പമില്ലാത്ത 2 സവാള എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി, ഇച്ചിരി വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, ഈ ഒരു വെളുത്തുള്ളിയുടെ അരഭാഗം മതി കേട്ടോ. പിന്നെ മല്ലിയില, പുതിനയില ഇല്ലാത്തൊരു കളിയില്ല. അതൊരു മെയിൻ ഘടകമാണ് മല്ലിയില, പുതിനയില. അപ്പോൾ ഇതൊക്കെ റെക്കോർഡാവുന്നുണ്ട്. ഓക്കെ, എല്ലാം ഓക്കെയാണ്. ഈ വീഡിയോ കട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. ഇതുപോലെ അങ്ങ് ഇടാൻ പോവാണ്. പിന്നെ ആ കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് എഡിറ്റ് ചെയ്യും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ
ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ദം ചെയ്യാൻ വേണ്ടി വെക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പൊട്ടിച്ച് കഴിക്കുന്നതായിട്ട് രണ്ടാമത്തെ പാർട്ടൊന്നും അല്ല, ആ വീഡിയോയുടെ ബാക്കിയായിട്ട് അന്നേരം ഉള്ള ഒരു എഡിറ്റിങ് വരുള്ളൂ. ഇപ്പോൾ സവാള അരിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് ഇച്ചിരി വേർപ്പ് കൂടുതലുണ്ട്. വേർപ്പിൻ്റെ അസുഖം ഉള്ളത് കൊണ്ട് ഇച്ചിരി വേർക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. അടുക്കള നിൽക്കുമ്പോൾ അതൊരു പ്രശ്നമേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സമയമാണ് ഈ അടുക്കള സമയം. അടുക്കള നിൽക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. അത് അതിനോട് ഇഷ്ടമുള്ളവരോട് ചോദിക്കുമ്പം അല്ലെങ്കിൽ അവരോട് പറഞ്ഞാലേ ഉള്ളൂ മനസ്സിലാവുള്ളൂ. സാധാരണ ആൾക്കാരോടൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അതെല്ലാം അങ്ങനെയല്ലേ, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പം അതിന് കഷ്ടപ്പാടില്ല. അതല്ല കഷ്ടപ്പെട്ട് ചെയ്യുമ്പം അത് നമുക്കൊട്ടും ഇഷ്ടപ്പെടുത്തുമില്ല. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഇഞ്ചി, ഇതുണ്ടല്ലോ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി. അത് നമ്മൾ ഇഞ്ചി റെഡിയാക്കുവാണ്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ പൊട്ടിച്ച നമുക്ക് കുറച്ച് മതി. വെളുത്തുള്ളി അങ്ങനെ ക്ലീനാക്കി പൊളിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ചില തൊള്ളിയൊക്കെ കിടക്കണം, അതൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടൊന്നും നമ്മൾ ചത്തുപോകത്തൊന്നുമില്ല. ഓരോന്നും തൊലി പൊളിച്ച് അങ്ങനത്തെ ഒരു സ്വഭാവവും എനിക്കില്ല. എനിക്കതൊന്നും പറ്റത്തില്ല. വേറെ കാര്യമൊന്നുമില്ല, എനിക്കതൊന്നും പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഇടികല്ലെടുക്കാം. ഇടികല്ല് ഓക്കെ, അതൊന്ന് കഴുകി അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിൻ്റെ അകത്തോട്ടിട്ട് നമുക്ക് ചതയ്ക്കാം. മൈക്കിൽ കൂടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അതും കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് മെയിൻ പരിപാടിയിലോട്ട് കയറാം. പ്രധാന പരിപാടി എന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ എങ്ങനെ കാണിക്കും നിങ്ങളെ എന്നുള്ളതാണ്. ഇതെങ്ങനെ കാണിക്കാനാ, വലിയ പാടാ. ഓഹോ നോക്കട്ടെ, ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കാം. പറ്റുമോ? കട്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഞാനില്ല ഫ്രീവി, അതാണ് പ്രശ്നം. അത് കുഴപ്പമില്ല, നമുക്കിങ്ങനെ വെച്ചാലോ. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ വെന്തിട്ട് നിർത്തിയതാണ്. കുക്കർ നിർത്തിയ നമുക്ക് അടുപ്പ് കത്തിക്കാം. ദമ്മ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലാണ് ചിക്കൻ റെഡിയാക്കാൻ പോകുന്നത്, സവാള വഴറ്റാൻ പോകുന്നത്. ഓക്കെ, അതൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കുക്കർ തുറന്നിട്ട്
ഈ കുക്കർ തുറന്നിട്ട് നമുക്ക് ആ ചിക്കൻ അതിനകത്തുനിന്ന് എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റണം. ചിക്കൻ മാത്രം മാറ്റിയാൽ പോലെ നമുക്ക് അതിൻ്റെ വെള്ളവും സ്റ്റോക്കും കൂടെ മാറ്റണം. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ട് പാത്രം ചൂടായിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി എന്നാ പരിപാടിയും ചോദിച്ചാൽ നമുക്ക് ചോറിടാനുള്ള വെള്ളവും കൂടെ തിളപ്പിക്കാം അതിൻ്റെ അകത്ത് തന്നെ. ആ പാത്രത്തിൽ തന്നെ, അത് കഴുകൊന്നും വേണ്ട. ആ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുക്കുക, അരി ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. അത് തിളച്ചു. വെള്ളം എടുത്തു. ചട്ടിക്കകത്ത് മീൻകറിയാണ്. നമുക്ക് വെള്ളത്തിനകത്തോട്ട് കുറച്ച് സ്പൈസസ്, തക്കോലം, ഏലക്ക. ഈ തക്കോലം എന്ന് പറയുന്നതാണ് ഈ പൂവ് പോലെ സ്റ്റാർ പോലെ ഇരിക്കുന്ന ഒരു സാധനം. പിന്നെ ഏലക്ക എന്നാന്ന് പറഞ്ഞു തരണ്ടല്ലോ, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റമാണ്. പിന്നെ ഇച്ചിരി ഗ്രാമ്പു, ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട്, ചെറുക്കിയെടുക്കണം. ഇച്ചിരി ഗ്രാമ്പു, അല്ല ഈ ഗ്രാമ്പൂ മാത്രം ഇട്ടാൽ പോരാ. ജീരകം, പിന്നെ ഉപ്പ് വേണം. ഓ, താഴെ പോയി തവി താഴെ പോയി. ഒന്ന് കൈ എടുക്കട്ടെ. നീ ഉപ്പിടണം. വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പിട്ടില്ല. വലിയ സ്പൂണ് 2-3 സ്പൂൺ ഉപ്പ്. നമ്മൾ അത്ര ഉപ്പ് ഇട്ട് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളത് ഊറ്റിയെടുക്കാൻ പോവാ, കഞ്ഞിവെള്ളം കളയാനുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ചോറിൻ്റെ അകത്ത് പിടിക്കുകയുള്ളൂ. അത്രേ ഉള്ളൂ.
നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മളൊന്നും ചെയ്തില്ല. മല്ലിയില പുതിനയില അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുള്ളൂ, കഴുകിയില്ല. കഴുകട്ടെ. അതിൻ്റെ തണ്ട് ഒടിച്ച് അത് വേണ്ട, നമുക്ക് ഇല മാത്രം മതി. അത് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2 ഉപയോഗത്തിനുള്ളതാണ്. അതായത് ഇപ്പം ഈ ചിക്കൻ്റെ മസാല റെഡിയാക്കുമ്പോഴത്തേക്ക് അതിന് വേണം, അതുപോലെ തന്നെ റൈസ് ദം ചെയ്യുമ്പോഴത്തേക്കും അതിനും വേണം. അപ്പോൾ അതൊക്കെ റെഡി ആകട്ടെ. പിന്നെ വേണ്ടി നമ്മളിപ്പം ഇതിന് മസാല കേട്ടോ, മസാല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മസാല അതായത് ബിരിയാണി മസാല. നമ്മളിവിടെ എപ്പോഴും എല്ലാ ഞായറാഴ്ചയും ബിരിയാണി ഉണ്ടാക്കുന്നു. ബിരിയാണി നമ്മൾ എപ്പോഴും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ബിരിയാണി മസാല റെഡിയാക്കി വലിയ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ, വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഇതിനകത്തോട്ട് ബിരിയാണി എത്രയും വേഗം എളുപ്പം തയ്യാറാക്കുന്ന ഒരു വിഭവമാക്കി ബിരിയാണി വെച്ചിരിക്കുക. അതുകൊണ്ട് പക്ഷെ എത്ര എളുപ്പമായിട്ടുണ്ടാക്കിയാലും ടേസ്റ്റിൽ ഒരു കുറവ് വരത്തില്ല. അത് നമ്മൾ അതിനോട് ചെയ്യുന്ന, ആ ഭക്ഷണത്തോട് ചെയ്യുന്ന ചതിയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എത്ര കുറച്ചാലും ഫൈനലി അത് നല്ല ടേസ്റ്റ്, നല്ല സാധനമായിരിക്കണം. അത് നിർബന്ധം. കുറച്ച് ചിക്കൻ്റെ വെള്ളം കുറച്ചെടുത്തിട്ടുണ്ട്. അവസാനത്തേക്ക് ഞാൻ ബാക്കിയുണ്ട്. ദം ചെയ്യുമ്പം വെക്കാനുള്ള സാധനമുണ്ട്. ആ സ്റ്റോക്കിലാണ് ഇതിൻ്റെ എല്ലാം ഇരിക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയാണ്, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല അല്ല, ഇത് ബിരിയാണി മസാല. ഓക്കെ, അത് ഒത്തിരി ഒന്നുമില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പ്, അരിയിടാറായി. നമുക്കത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് കളയാം. വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക്
അത് അങ്ങോട്ട് ഇറക്കാം. ഇതിൻ്റെ അത് ഇച്ചിരി തൈരും കൂടെ വേണം. തൈര് ഇവിടെ തൈര് കാണുന്നില്ലല്ലോ. തൈരില്ലേ? ആ പിന്നെ തൈരുണ്ട്. തൈര് ഇനിയിപ്പം നമുക്ക് ചിക്കൻ ഇടാനുള്ള സമയമായി. ചിക്കൻ ഇടാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, 6 പീസ് ചിക്കൻ. 6 പീസ് ചിക്കനാണ് വേവിക്കാൻ വെച്ചത്. 3 പേരേ ഉള്ളൂ. 6 പീസ് ചിക്കൻ. ഇത് നമ്മൾ ഉണ്ടാക്കി വിളമ്പി കഴിയുമ്പോഴത്തേക്ക് ഒന്നും മിച്ചമില്ല എന്നുള്ളതാണ്. അത് വേറെ ഒരാൾ ഗസ്റ്റ് വന്നാൽ, പെട്ടെന്ന് ഒരാൾ കഴിക്കാൻ വന്നാൽ നമ്മൾ വെളിയിൽ പോയി ഓർഡർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വല്ല ഹോട്ടലിൽ നിന്ന് മേടിക്കേണ്ടി വരും. ഇതിനകത്തൊന്നും കൊടുക്കാനില്ല. കാര്യം ഇത് വളരെ കുറച്ചേ ഉള്ളൂ. കൃത്യം 3 പേർക്കും. 4മതൊരാൾക്ക് ഷെയർ ചെയ്യാനില്ല. അയ്യോ, വെറുതെ തുറന്നു നോക്കിയതാണ്. പിന്നെ ഭയങ്കര ദാഹം, ഇച്ചിരി വെള്ളം കുടിക്കാൻ പോയതാ. ഇപ്പം ഇത് ഓൾമോസ്റ്റ് റെഡി ആയി. ഇനിയിപ്പം വലിയ കാര്യമൊന്നുമില്ല. ഉപ്പ് എരിവ് അങ്ങനത്തെ സാധനം ഒന്നും ഞാൻ വായി വെച്ച് നോക്കാറില്ല സാധാരണ. കാര്യം ഇവിടെ ആരെങ്കിലും അമ്മയോ ഭാര്യയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടാണ് സാധാരണ നോക്കിക്കാറ്. ഞാനിങ്ങനെ വായി വെക്കാറില്ല. അതുകൊണ്ട് റെക്കോർഡിങ് സ്റ്റോപ്പായിപ്പോയി. എന്താണെന്നറിയത്തില്ല, റെക്കോർഡിങ് സ്റ്റോപ്പായിപ്പോയി. ഞാൻ രണ്ടാമത് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരി ഇടാനുള്ള സമയമായി. നമ്മൾ അരി ഇട്ടു. ഇതെല്ലാം ചിക്കനും റെഡിയായി. ഇനിയിപ്പോൾ ഒന്നുമില്ല. അതൊരു പകുതി വേവാകുമ്പോൾ, നമ്മൾ അരി ഇട്ടിട്ടുണ്ട്, ഇനി അതൊരു പകുതി വേവാകുമ്പോൾ ഈ കുക്കർ എടുത്ത് അത് അടച്ചു വെച്ച് വേവിക്കാനൊന്നും അല്ല. അതൊരു പാത്രമായിട്ട് മാത്രം കൺസിഡർ ചെയ്യാവുള്ളൂ. കാര്യം ഇത് ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറയ്ക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ പുഴുങ്ങിയ പാത്രത്തിൽ തന്നെ അത് റെഡിയാക്കിയെന്നേ ഉള്ളൂ. വേറൊന്നുമില്ല. നമ്മൾ വെറുതെ ഒരു പാത്രമാക്കി അടച്ചു വെക്കുന്നോ ചീറ്റുവോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, ഇനിയില്ല. ഇനി അതൊന്ന് വേകണം. അപ്പോൾ നമുക്ക് വെറുതെ അതൊന്ന് തല കൊനിച്ച് നമുക്ക് അടച്ചു വെച്ചാൽ, വെറുതെ അടച്ചു വെച്ചാൽ കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആകട്ടെ, റെഡി ആകട്ടെ. പരിപാടികളൊക്കെ തീരാൻ പോവാം. ഇപ്പോൾ സമയം എത്രയായി? 11:10. നമ്മൾ ഒത്തിരി നേരമൊന്നും ആയില്ലല്ലേ. 11:10:41 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ്. ഇപ്പം 11:10 ആയുള്ളൂ. വലിയ സമയമൊന്നും ആയില്ല. ഇതിപ്പം ഇനിയിപ്പോൾ അടുത്ത ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിപ്പം ഈ കഞ്ഞിയല്ല, അരി വേകാൻ ഒരു 50 to 65% അത് വെന്താൽ മതി. മാക്സിമം 65% അത് വേകുക. അത് വെള്ളം കുറേയൊക്കെ ഊറ്റിക്കളയുക. ബാക്കി ഫുള്ളായിട്ട് വെള്ളം ഇല്ലാതെ നമ്മൾ എടുക്കുന്നില്ല, ഫുള്ള് ഡ്രെയിൻ ചെയ്യാൻ നമ്മൾ വെക്കുന്നില്ല.
കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ്റെ പുറത്തോട്ട് ഇടുക. എന്നിട്ട് ദം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം വെക്കുക, അടയ്ക്കുക, ദം ചെയ്യുക. കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയില്ലേ? ഇപ്പം ടേസ്റ്റിൽ ഒരു കുറവും വരികയില്ല, അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത്, ഈ നമ്മൾ ദം ചെയ്യാൻ വെക്കുമ്പോൾ ഈ പാത്രത്തിൽ തന്നെയാണല്ലോ അരിയിട്ട് ദം ചെയ്യാൻ വെക്കുന്നത്. അപ്പം നമ്മൾ ഇതിങ്ങനെ നേരെ ഇവിടെ മറ്റേ അടുപ്പോ കനലോ ഒന്നുമില്ലല്ലോ ദം ചെയ്യാൻ. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് പാത്രം വെച്ച് ദം ചെയ്യും. അതായത് ഒരു പഴയൊരു ഇതിൻ്റെ അടിയിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രമുണ്ട്, സ്ഥിരമായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു തവ ഇതിൻ്റെ അടിയിൽ വെക്കും. അതിൻ്റെ മേളിലോട്ട് ഈ പാത്രവും വെക്കും. എന്നിട്ട് ഗ്യാസ് കത്തിക്കും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ചു പോകും. ഇതിൻ്റെ ആ സെൻറ്ററിൽ നമുക്ക് കറുത്ത് അടുക്കി പിടിച്ച് ഇരിക്കും. അതിപ്പോൾ ചോറ് തിളച്ചിട്ടുണ്ട്, ഒന്നും ആയില്ല. ഇനിയിപ്പോൾ അത് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തിളക്കട്ടെ, നല്ല അവിടെ ഇരുന്ന് ആകട്ടെ. അപ്പം നമുക്ക് ആ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ അടിയിലോട്ട് വെക്കാം. ഓക്കെ. പാത്രം പുറത്തായിരിക്കുന്നത്, അത് വീടിൻ്റെ അകത്ത് വെക്കുന്ന പാത്രമല്ലത്, അത്യാവശ്യം മോശം പാത്രം. നമ്മളിങ്ങനെ അടിയിലോട്ട് വെക്കാൻ മാത്രം ഉപയോഗിക്കുന്ന പാത്രം. ഓക്കെ. ഇങ്ങനെ വെക്കുക, അതിൻ്റെ മുകളിൽ പാത്രം വെക്കുക. മനസ്സിലായോ? അത്രേ ഉള്ളൂ. എന്നിട്ട് അതിന് ഒന്ന് ചൂട് കൊടുക്കാൻ വേണ്ടി തീ ഒന്ന് ആദ്യം കയറ്റിയിടുക. അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും, അല്ല ഡയറക്റ്റായിട്ട് നമ്മൾ ദം ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരും, അടുക്കി പിടിക്കാനുള്ള സാധ്യതകൾ കൂടും. എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? എനിക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അടഞ്ഞ ഒരു അര-മുക്കാൽ മണിക്കൂർ കൂടുതൽ, എത്രയും കൂടുതൽ ഇരിക്കാൻ പറ്റുമോ അത്രയും അത് ടേസ്റ്റി ആവും. അതായത് നമ്മുടെ ഈ നമ്മൾ പറഞ്ഞില്ലേ സൂപ്പ്, അതിൻ്റെ സ്റ്റോക്കും അരിയും ചിക്കനും അതിൻ്റെ മസാലയും എല്ലാം കൂടെ കുറച്ച് നേരം ഇങ്ങനെ ദം ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ദം ചെയ്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ പരിപാടിക്ക് അല്ലെങ്കിൽ ആ ബിരിയാണിക്ക് ഫുള്ളായിട്ട് നല്ലതായിട്ട് ഫ്ലേവർ കൂടാൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും കൂടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു അര-മുക്കാൽ മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ദം ചെയ്ത് വെക്കണം, അങ്ങനെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് അപ്പം അങ്ങനെ അത്രയും നേരം ദം ചെയ്യേണ്ടത് കൊണ്ട് ഇങ്ങനെ ഡബിളായിട്ട് പാത്രം വെച്ചില്ലെങ്കിൽ നമ്മുടെ ഈ പാത്രം പോകും. പാത്രം പോകുന്നതിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ അകത്തെ സാധനം കരിയും, അടുക്കി പിടിക്കും. അതിനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കണ്ട, ഇത് സേഫാണ്. ഓക്കെ. ആയിട്ടില്ല, അങ്ങിട്ടല്ലേ ഉള്ളൂ, ആയിട്ടില്ല. ഒരു 30-35% അതിപ്പം നോക്കി നിൽക്കുമ്പോൾ അത് റെഡിയാവും. ഈ പാത്രമൊക്കെ ചൂടാവും, ആ സമയം കൊണ്ട് പാത്രമൊക്കെ ചൂടാവും, സമയമെല്ലാം സെറ്റാവും. നമുക്ക് അത് എന്നാണോ എന്നറിയില്ല, റെക്കോർഡ് കട്ടായിപ്പോയി. കട്ടായിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം തന്നെ കണ്ടു, അത് കട്ടാകുന്ന ഒച്ച എനിക്ക് കേട്ടു, അന്നേരം തന്നെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഒന്നും മിസ്സായിട്ടില്ല, അന്നേരം റെക്കോർഡ് ചെയ്തു. കാരണം ഒന്നും മിസ്സായി പോയില്ല. കാണാതിരുന്ന, അതായത് നമ്മൾ ഇതിൻ്റെ തിരക്കിൽ ആ റെക്കോർഡ് ഓഫായി പോയത് ഐഡൻറ്റിഫൈ ചെയ്യാതിരുന്നാൽ അടിപൊളിയായി. നമ്മൾ വലിയ കാര്യത്തിൽ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഇതൊന്നും റെക്കോർഡായില്ല. അങ്ങനെയൊന്നും വന്നില്ല. ഓക്കെ.
എപ്പോഴും എപ്പോഴും ബന്ധവും നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് സമയം കൊടുക്കണ്ടേ? അപ്പം ദം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ദമ്മ് ചെയ്യാൻ പോവാണല്ലോ. അപ്പം ദം ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ നെയ്യ്, ബട്ടർ, ഈ സ്റ്റോക്ക്, മല്ലിയില, പുതിനയില, പിന്നെ ഇച്ചിരി നമ്മൾ ആ ബിരിയാണി മസാല ഉണ്ടല്ലോ, ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി മസാല, ആ സാധനവും കൂടെ ഇച്ചിരി മേളിലോട്ടിടും. അതായത് മല്ലിയിലയും പുതിനയിലോട്ട് ഇച്ചിരി ആ പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കും, എന്നിട്ട് അതും കൂടി ഇടും. മനസ്സിലായോ? അങ്ങനെയാണ് ചെയ്യാറ്. ബട്ടർ, നെയ്യ്, മല്ലിയില, പുതിനയില, ഇച്ചിരി മസാല, പിന്നെ സ്റ്റോക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ദം ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നുള്ളൂ. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം. വേണ്ടേ? നമ്മൾ പുറത്ത് കഴിക്കുമ്പോഴോ അത് കിട്ടുന്നില്ല. വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി റോസ് വാട്ടർ, ബിരിയാണി എസൻസ്, അതുപോലത്തെയുള്ള കളറ്, അതുപോലത്തെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ വീട്ടിൽ മേടിച്ച് വെക്കുകയും ചെയ്യരുത്. അത് ചേർക്കുകയും അരുത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് മതി അതിന് ടേസ്റ്റ് വരാൻ. മനസ്സിലായോ? ഇതൊന്ന് പ്രയോഗിച്ച് നോക്കി. ഈ പരിപാടി നല്ല ടേസ്റ്റ് ആവും. കുറച്ചേ ഉള്ളതുകൊണ്ട് വലിയ പാത്രമാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെ നിരത്തി ഇടുമായിരുന്നു. വളരെ ഹെൽത്തി ലഞ്ച് ബിരിയാണി. പിള്ളേർ ഇവിടെ ഇല്ല, വീട്ടിൽ അവളുടെ വീട്ടിൽ പോയി, വൈഫിൻ്റെ വീട്ടിൽ പോയിരിക്കുക. അവധിയല്ലേ, വെക്കേഷൻ ടൈമല്ലേ, അതുകൊണ്ട്. അല്ലായിരുന്നു ഇപ്പം മൂത്തയാൾ പല പ്രാവശ്യം ചോദിക്കും, അച്ഛാ ബിരിയാണി ആയില്ലേ, അച്ഛാ എനിക്ക് വിശക്കുന്നു. അല്ലെങ്കിൽ വിശക്കുക എന്ന് പറയുകയില്ല. വിശപ്പെന്ന് പറയുന്ന ഒരു വാക്ക് അവൾ പറയാത്തതാണ്. ബിരിയാണിയുടെ ഒരു സമയം, അല്ലെ ഞായറാഴ്ച ഈ പറഞ്ഞ പോലെ എന്നെ അവളും വിശക്കുന്നു, ബിരിയാണി ആയോ വിശക്കുന്നേ, ഒരു 11 മണി മുതൽ അതിങ്ങനെ ദമ്മ് പൊട്ടിക്കുന്നതിനും വരെ ഇതിന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൾക്ക് ഇഷ്ടം. മറ്റവർക്ക് പക്ഷെ മൂത്തയാൾക്കാണ് ഇഷ്ടം, ഇളയാൾക്ക് കണ്ണെടുത്താൽ കാണരുത്. അവൾക്ക് വേണ്ടി വേറെ വൈറ്റ് റൈസ്, അതായത് ഇങ്ങനെ വെന്ത് വരുന്ന സാധനം നമ്മൾ മാറ്റി വെച്ച് അതിൽ ഗീ ഒക്കെ ഇട്ട് വേറെ ഉണ്ടാക്കി കൊടുക്കണം. അവൾക്ക് ഇഷ്ടമില്ല. രണ്ടുപേരും 2 ക്യാരക്ടറാണ്. ഏകദേശം 50% ആയി. ഒരു 10% കൂടെ, 10% കൂടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കിനും നമുക്ക്, അപ്പോൾ ഈ അടിയിലത്തെ പാത്രം ഇപ്പോൾ ചൂടായിട്ടുണ്ട്, ഓൾറെഡി ചൂടായിട്ടുണ്ട്. മേളിലെ പാത്രത്തിൽ ചിക്കനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്, നല്ല ടെൻഡർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പം ഇത് മറിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചോറ് അങ്ങോട്ട് മറിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചോറ് ഊറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അരിപ്പയാണ്. ഈ അരിപ്പയ്ക്കകത്താണ് നമ്മൾ ചോറ്. ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ നിർത്താൻ പോവാണ്. നിർത്തി ഇനിയിപ്പോൾ ഫുള്ള് വെള്ളം ഡ്രെയിൻ ആകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തില്ല. അന്നേരം തന്നെ ഇതിൽ നിറച്ചു. ഏറെക്കുറെ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞു, അത്രേ ഉള്ളൂ.
അപ്പോൾ അതായി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടിയത് നമ്മൾ ആകാംക്ഷയോടെ ആദ്യം മുതലേ എടുത്തു വച്ചിരിക്കുന്ന സാധനം, സ്റ്റോക്ക്, ചിക്കൻ്റെ സ്റ്റോക്ക്. അത് നമുക്ക് ഇന്ന് ഫുള്ളായിട്ട് ടേസ്റ്റ് ഉണ്ടാക്കി തരുന്നത് വേറെ ഒന്നുമല്ല, ഈ സ്റ്റോക്കാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ബട്ടർ വേണം. ബട്ടർ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്യൂബാക്കി അതിട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില അതിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് നെയ്യ് ഇടണം. നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടിയത് നമ്മുടെ ഗരം മസാല. അല്ല, ബിരിയാണി മസാല കുറച്ച് മതി കേട്ടോ, കുറച്ച്, ഒത്തിരി ഒന്നും ആകരുത്. തീരെ ഒരു ഞാനിങ്ങനെ കൈ പോയാലും ഒന്നും അതിനകത്ത് വീഴുകയില്ല, അതൊരു പൊട്ടിക്കേ വീഴുള്ളൂ. അതിനാ ഒരു സ്റ്റൈലില്ല. അതുകൊണ്ട് ഞാൻ ഇടുന്ന കണ്ട് ഒത്തിരി ആയി പോരുത്. അപ്പോൾ അതൊക്കെ ഏറെക്കുറെ എല്ലാം കഴിഞ്ഞു. നമ്മളിതുവരെ ഉപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല. നിങ്ങളെ ഒന്ന് കാണിക്കാം. ഓക്കെ, ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടാൽ അവരെ ഒന്ന് കാണിക്കണ്ടേ. ഉണ്ടോ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് അടയ്ക്കാം. ബാക്ക് ടു നോർമൽ ക്യാമറ. ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അതിനൊരു വെയിറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ മേളിലോട്ട് ഞാൻ ചുമ്മാ ചെയ്യുന്ന, അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആവി പോകാതിരിക്കാൻ വേണ്ടി ആ ഇടിച്ച സാധനം, ഇടികല്ല്, അതാ വെയിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സമയം നോക്കാം. നമ്മുടെ പരിപാടി 11:24. നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയത്തില്ല. 11:24 ഉണ്ടോ, 11:24, 25 ഇപ്പം. അപ്പം ഇനിയിപ്പം നമ്മളൊരു 3/4 മണിക്കൂർ സമയം ഇത് ഇനിയിപ്പോൾ ഒരു 12-12:15, ഒരു 12:15 ആകുമ്പോൾ നമുക്ക് ഇത് നിർത്താം. ഇത് തീരെ ചെറിയ തീയില ഇട്ടിരിക്കുന്നത്, എല്ലാം തീരെ ചെറിയ തീയാണ്. നമുക്ക് ഇനി ഒന്നുമില്ല. അപ്പം ഇത് ഇവിടം കൊണ്ട് നിർത്തുവാണ്. ഇവിടം കൊണ്ട് നിർത്തുന്നില്ല, ഇതിൻ്റെ ബാക്കിയായിട്ട് എടുക്കും. അത് തുറക്കുന്ന സമയത്ത് അത് നിർത്തിയിടുക. ഇപ്പം 12:15 ആകുമ്പോൾ നമ്മളിത് നിർത്തിയിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളിത് തുറക്കത്തില്ല. കഴിക്കാൻ എപ്പോഴാണോ നമ്മൾ കഴിക്കുന്നത്, 12:30 കഴിക്കുക, 1 മണിക്ക് കഴിക്കുക, 1:30 കഴിക്കുക, എപ്പോഴാണോ നമ്മൾ കഴിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഇത് തുറക്കത്തുള്ളൂ. അതുവരെ അങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ തുറന്ന് അതെടുത്ത് കഴിക്കും. ഓക്കെ, ബൈ, താങ്ക് യു. ഈ ആരെങ്കിലും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇത് ഫുള്ളായിട്ട് ഇവിടം വരെ കണ്ടു എങ്കിൽ അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. 12:15 ആകുമ്പോൾ നമ്മൾ ബിരിയാണി നിർത്തും എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ 12:17 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 12:17 ഇപ്പോൾ 18 കാണും. 18 നമ്മളത് ഓഫ് ചെയ്യുവാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റ് നിങ്ങളെ കാണിക്കാൻ, വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി, കഴിക്കാറായില്ല പക്ഷേ വേറെ ഒരു പരിപാടി ഉള്ളത് കൊണ്ട് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ക്യാപ്ചറിങ് പരിപാടി നിർത്താൻ വേണ്ടി ഞാനത് ദമ്മ് പൊട്ടിക്കാൻ പോവാം. ഓക്കെ, ഒരു പാത്രമൊക്കെ കഴുകിയെടുക്കട്ടെ. ഇച്ചിരി തിരക്കായി പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട്, തൂത്ത് പോലും ഇല്ല. അതൊന്നും കുഴപ്പമില്ല, തൂക്കമൊന്നും വേണ്ട, പിന്നെ തൂക്കാം, പിന്നീട് തൂക്കാം. ഓക്കെ, വെയിറ്റ് മാറ്റി തുണിയൊക്കെ മാറ്റി. നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകം ഒന്ന് കാണിക്കണ്ടേ. കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? അതെന്തേലും ആട്ടെ, എനിക്ക് ചെറു ധൃതി ഉള്ളതുകൊണ്ട് നമ്മൾ അത് എടുക്കാൻ പോകും. എടുത്തിട്ട് ഞാനത് ക്ലോസ് ആയിട്ട് കാണിക്കാം. ഓക്കെ, ആദ്യം ഇവിടുന്ന് അതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിക്കാം. ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകില്ല, അത് കാണിക്കാം, വ്യക്തമായിട്ട് കാണിക്കാം. നമുക്കൊരു ലെഗ് പീസ് എടുത്ത് വെച്ചു. ഓക്കെ, പിന്നെ കുറച്ച് അടിയിൽ നിന്ന് ഇച്ചിരി മസാല എടുത്തു. പിന്നെ മുകളിൽ നിന്ന് ഇച്ചിരി റൈസ്. ഓക്കെ, ഇത് കാണണം, ഇത് കാണണം. ഞാനിപ്പോൾ ഇത്രയും കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചിടാൻ പോകും. ഞാനിപ്പോൾ ഇത്രയും കഴിക്കുന്നില്ല, വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. ഞാനിപ്പോൾ ഇത്രയും കഴിക്കുന്നില്ല, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. അപ്പം പീസുണ്ട്, റൈസുണ്ട്, മസാലയുണ്ട്, എല്ലാം ഉണ്ട്. അത് മതി, അടച്ചു വെച്ചേക്കാം. അതിൻ്റെ ചൂടൊന്നും പോകാതിരിക്കാൻ ഒന്നുകൂടെ മൂടി വെച്ചേക്കാം. ഓക്കെ, അത് കളയണ്ട. സമയമില്ലാത്ത സമയത്ത് എന്നേലൊക്കെ വരും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തന്നെ കാണിക്കാം അല്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ കാണാം. ഇപ്പം ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പം കഴിയും. ഇത് കണ്ടോ, ഇപ്പം ടെക്സ്ചർ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടോ, നല്ല വേറാന്ന് കിടക്കുന്ന അരി. അതാണ് അതിൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞില്ല, ആ ഒരു പ്രത്യേകത, ഈ അരിയുടെ പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും, അത് നിത്യത്തൊഴിലായതുകൊണ്ടായിരിക്കും. നിത്യമായിട്ടുണ്ടാക്കുന്ന തൊഴിലല്ല, എന്നാലും സ്ഥിരമായിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അത് കൃത്യം നമുക്കറിയാം. മനസ്സിലായോ? ആ റൈസ് നല്ല പറവറാന്ന് കിടക്കുന്ന റൈസ്, അത് ഈ പീസും കൂടെ ഞാൻ കാണിക്കാം. അതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലേ? ഫോക്കസ്ഡ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ക്യാമറയുടെ മുമ്പിൽ കിടന്ന് അഭ്യാസം കാണിക്കാം. എന്തായാലും കുറച്ചൊക്കെ കിട്ടി കാണും. ഓക്കെ, എന്തായാലും കുറച്ച് പീസ് എടുക്കുക. ഇതിൻ്റെ കൂടെ സാലഡും അച്ചാറും പപ്പടവും ഒന്നും നമ്മൾ വെക്കുന്നില്ല, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. ഒരു കുഴപ്പമില്ല, അത് ഞാനിപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ നല്ലതാണെന്ന് പറഞ്ഞാൽ അതിനൊരു രസമില്ല. വേറെ ആരും ഇപ്പം കഴിക്കാനില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവർ കഴിക്കും. ഒരു കുഴപ്പമില്ല. ഉഗ്രം ബിരിയാണിയാണ്. പിന്നെ എവിടുന്നോ
എന്തോ ഒരു ഉപ്പ് കൂടിപ്പോയോ എന്നൊരു ചെറിയ, വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു തോന്നലാണ്. ആ പീസ് ഇങ്ങനെ ഇതൊരു ലെഗ് പീസാണ്, അതിങ്ങനെ അത് വിട്ട് വരുന്നുണ്ടോ, അതങ്ങോട്ട് റൈസിലോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇത് കാണാൻ പറ്റുമോ? ഇതിങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യണം നല്ലതായിട്ട്, ആ റൈസും. ഓക്കെ, ആ റൈസും മാറ്റി വെക്കാം. മീറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അടിപൊളിയാണ്. പിന്നെ ബാക്കി കഴിക്കും കേട്ടോ, പിന്നെ ബാക്കി കഴിക്കും. വലിയ കാര്യത്തിൽ വായിലോട്ട് ഇട്ടാ ചൂടല്ലേ, ഇപ്പം പൊട്ടിച്ചതല്ലേ ഉള്ളൂ, ദമ്മ നല്ല ചൂടാണ്. അവിടെ പോയി എങ്കിലും നമ്മൾ സമ്മതിക്കുകയില്ല, ഒന്നും വിട്ടുകൊടുക്കുകയില്ല. ആ ലെഗിൻ്റെ അകത്തുനിന്ന് ആ മജ്ജയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഫിനിഷായി. പിന്നെ ഞാൻ കഴിക്കുന്നുണ്ട്, അതിന് സമയമായിട്ടില്ല. ഇപ്പോൾ അടുത്ത പരിപാടിക്ക് പോകേണ്ടതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം കണ്ടിരിക്കുന്നവർക്ക് താങ്ക് യു, വളരെ വളരെ സന്തോഷത്തോടു കൂടി താങ്ക് യു. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊന്നും ചെയ്യുകയല്ലെന്ന് എനിക്കറിയാം, എങ്കിലും അത് ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞതാണ്, അത്രയും കൂട്ടിയാൽ മതി. താങ്ക് യു.